Good morning, dear students. ഞാൻ അബ്ദുൽ സലാം, തൂണേരി IT ഇൻസ്ട്രക്ടറാണ്. എംപ്ലോയബിലിറ്റി സ്കിൽസ് സെക്കൻഡ് ഇയറിനുള്ള എംപ്ലോയബിലിറ്റി സ്കിൽസിൽ മൊഡ്യൂൾ 2 കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 2 ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് നിങ്ങളുടെ വർക്ക് ബുക്കിനകത്ത് പേജ് 90. പിന്നെ അടുത്ത ചാപ്റ്റർ മാനേജിങ് ഇമോഷൻസ്, പേജ് 92. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള റീകോൾ, കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റീകോൾ ആയിരുന്നു. അത് കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ റിവിഷൻ കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ ആൻസറാണ് ചെയ്തത്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് നോക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യമാണ്, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എസ്പെഷ്യലി ഇൻ എൻ ഓഫീസ്, അല്ലേ, വർക്ക് പ്ലേസിനകത്ത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം. വർക്ക് പ്ലേസിൽ മാത്രമല്ല, നമ്മുടെ എവറിഡേ ലൈഫിനകത്ത് എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ബോത്ത് അവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലീവ്സ് വിത്ത് ഫാമിലി, ഫ്രണ്ട്സ്, സൂപ്പർവൈസേഴ്സ്, കൊളീഗ്സ്, എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ ഈസ് ഡൺ ത്രൂ ദ വേർഡ്സ് വി സ്പീക്ക്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ, വാക്കുകൾ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയം അല്ല, അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ, ബോഡി ലാംഗ്വേജ്, ബോഡി മൂവ്മെൻറ്റ്സ്, നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ, ഗസ്റ്റർ, ആംഗ്യം, സൈൻസ് ആൻഡ് സിംബൽസ്, സിംബോളിക്. സപ്പോസ് വി ആർ ടോക്കിംഗ് ടു അവർ ക്ലോസ് ഫ്രണ്ട്സ് യൂസിങ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളോട് സോഷ്യൽ മീഡിയയിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇതിലൊക്കെ വി സീ ഡിഫറെൻറ്റ് ഇമോജീസ്, അല്ലേ, during the chat depicting emotions like laughter, anger, sadness, love, etc. ഇമോജീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സിമ്പിൾസ് ആണല്ലേ, ചിരിക്കുന്നത്, കരയുന്നത്, സങ്കടപ്പെടുന്നത്, കണ്ണ് തിരുമുന്നത്, അങ്ങനെ കുറേ ഇമോജീസ് കാണാൻ പറ്റും, അല്ലേ. ഇതെല്ലാം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തതാണ്, അല്ലേ. വി യൂസ് ദം അക്കോർഡിംഗ് ടു അവർ മൂഡ് ഓഫ് ദ സിറ്റുവേഷൻ. വി ട്രൈ ടു സിലക്ട് ദ പെർഫെക്റ്റ് ഇമോജി ടു എക്സ്പ്രസ് അവർ ഫീലിങ്സ്, അല്ലേ. നമ്മൾ ഏറ്റവും നല്ല ഇമോജി സെലക്ട് ചെയ്യാൻ നോക്കും. സംടൈംസ് വെൻ വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു കമ്മ്യൂണിക്കേറ്റ് അവർ ഫീലിങ്സ്, ദീസ് ഇമോജീസ് ആഡ് എക്സ്പ്രഷൻസ് ടു അവർ വേർഡ്സ്. അറ്റ് ടൈംസ് ഇറ്റ് ഈസ് ഓൾസോ ഡിഫിക്കൽട്ട് ടു ചൂസ് ദ പെർഫെക്റ്റ് ഇമോജി ടു എക്സ്പ്രസ് വൺസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. പലപ്പോഴും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതെ വെറും ഇമോജീസ് മാത്രം കൊടുക്കാറുണ്ട്, അല്ലേ. അപ്പം അത്രയും പ്രാധാന്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ്, അല്ലേ. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻഡർ ഒരു മെസ്സേജ് ഒരു റിസീവർക്ക് പാസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ ഒരു സൈഡിലൊരു സെൻഡർ ഉണ്ടാവും, മറുവശത്ത് ഒരു റിസീവർ ഉണ്ടാവും, പിന്നെ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ടാവും. പക്ഷേ ഈ മെസ്സേജിനെ എൻകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്തിട്ടാണ് റിസീവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് നോയ്സ് എന്ന് പറയുന്ന ഇൻറ്ററപ്ഷൻ ഉണ്ടാകാം. അതാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പിക്ചറൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയൊരു റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. റിറ്റ ഗെറ്റ്സ് അഡ്മിഷൻ ഇൻ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ്. ഇപ്പോൾ റിറ്റയ്ക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണ്. ടുഡേ ഇറ്റ് ഈസ് ഹെർ ഫസ്റ്റ് ഡേ ഇൻ കോളേജ് ആൻഡ് ഷീ ഈസ് വെരി എക്സൈറ്റഡ്. ആദ്യമായിട്ട് കോളേജിൽ പോവുകയാണ്. പട്ടണത്തിലുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. റിറ്റ ഒരു പക്ഷേ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിലെ കുട്ടിയാകാം. പട്ടണത്തിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. When she enters the campus, some of her seniors rag her and make fun of her. അപ്പോൾ മുതിർന്ന കുട്ടികൾ റാഗ് ചെയ്തു, കളിയാക്കി. She did not speak about it and went to attend her class. അവൾ ആരോടും അതിനെപ്പറ്റി പറഞ്ഞില്ല, കൂട്ടുകാരികളോടോ അമ്മയോടോ വീട്ടിലോ ഒന്നും പറഞ്ഞില്ല. The same thing happened again. രണ്ടാം ദിവസവും അത് ആവർത്തിച്ചു. The seniors harassed and humiliated her in front of her classmates. ഹരാസ് എന്ന് വെച്ചാൽ ഉപദ്രവിക്കുക, ഹ്യൂമിലിയേറ്റ് എന്ന് വെച്ചാൽ അവഹേളിക്കുക. Yet she cried and remained silent. എന്നിട്ടും കരഞ്ഞെന്നല്ലാതെ ആരോടും പറഞ്ഞില്ല. It went on for a month. ഒരു മാസത്തോളം തുടർന്നു. Her seniors kept harassing her in different ways. പല തരത്തിലും കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. But she never spoke about it to anyone. ആരോടും മിണ്ടിയില്ല. The experiences affected her very badly. She started avoiding going to college and made different excuses. അപ്പോൾ റിത കോളേജിൽ പോക്ക് നിർത്തി, പലതരം കാരണങ്ങൾ പറഞ്ഞു, ഒഴിഞ്ഞു മാറി കോളേജിൽ പോകാതെ. ഷീ ഡിഡ് നോട്ട് ഷെയർ ഹെർ എക്സ്പീരിയൻസ് വിത്ത് എനിവൺ. ആരോടും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തില്ല. ഹെർ പാരൻസ് ഓൾസോ ഡിഡ് നോട്ട് പേ മച്ച് അറ്റൻഷൻ
ടു റിതാസ് ചേഞ്ച് ബിഹേവിയർ. പാരൻസ് അത്തേറെ ശ്രദ്ധിച്ചതുമില്ല. റിതാസ് ഫ്രണ്ട് പ്രിയ, അവസാനം പ്രിയ റിതയുടെ കൂട്ടുകാരി ടോൾഡ് റിതാസ് പാരൻസ്, റിതയുടെ മാതാപിതാക്കളോട് പറഞ്ഞു എബൌട്ട് റിതാസ് ബിറ്റർ എക്സ്പീരിയൻസ്, ദയനീയമായ അനുഭവം. ബിറ്റർ എന്ന് വെച്ചാൽ ദയനീയമായ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ എന്ന് പറയും. ആഫ്റ്റർ വിച്ച് റിത സ്റ്റാർട്ടഡ് ഷെയർഡ് ദ എൻറ്റയർ സ്റ്റോറി വിത്ത് ഹർ. അതിനുശേഷം മാത്രമാണ് റിത ഈ കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് പറഞ്ഞത്. അപ്പോൾ പ്രിയ പറഞ്ഞതിന് ശേഷം. പക്ഷേ ഇത്രയും കാലം കാത്തിരിക്കാതെ ആദ്യത്തെ ദിവസമോ അല്ലെ രണ്ടാമത്തെ ദിവസമോ ഒക്കെ റിത പറഞ്ഞിരുന്നുവെങ്കിലോ പിക്ചർ മാറുമായിരുന്നു അല്ലേ. നോക്കൂ, കമ്മ്യൂണിക്കേഷനിൽ വന്ന ഇത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ അബവ് കേസ്. എ, ഹൗ ഷുഡ് റിത ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ദിസ് മാറ്റർ ആൻഡ് വൈ. എങ്ങനെയായിരുന്നു റിത ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരുന്നത്? പക്ഷേ വൈ, എന്തുകൊണ്ട് ചെയ്തില്ല? ബി, വാസ് ദെയർ എനി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ റിത ആൻഡ് ഹെർ പാരൻസ്. റിതയും അവളുടെ പാരൻസുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? അത് ആശയവിനിമയത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ലല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന അമ്മയുമായിട്ടാണ്, പെൺകുട്ടിയാണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ അച്ഛനുമായിട്ടാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി അബവ് കേസ് എക്സ്പ്ലെയിൻ വൈ യു ഫീൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊരു റിയൽ കേസ് സ്റ്റഡിയാണ്, റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അതിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം, ആശയവിനിമയം എത്രമാത്രം പ്രാധാന്യമാണ് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഇതേപോലെ തന്നെ വേറെയും കേസ് സ്റ്റഡി ഉണ്ട്. 3 ക്ലാസ്മേറ്റ്സിൻ്റെ സ്റ്റോറിയാണ്. രമേശ്, വരുൺ ആൻഡ് രാജ്. ഈ 3 പേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഇവർ ഒരു കമ്പനിയിൽ ജോലി പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. വൺ ഡേ വരുൺ ആസ്ക്ഡ് രമേശ് ഇഫ് ഹി ഹാഡ് സെറ്റ് എനിത്തിങ് റോങ് അബൌട്ട് ദെയർ ബോസ് ടു രാജ്. അപ്പോൾ ബോസിനെതിരായിട്ട് രാജിനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഹീ സെഡ് രാജ് ടോൾഡ് ദെയർ ബോസ് ദാറ്റ് രമേശ് വാസ് സേയിങ് റോങ് തിങ്സ് അബൌട്ട് ഹിം ആൻഡ് ഇൻഫ്ലുവൻസിങ് അതർ കൊളീഗ്സ് ഓൾസോ. അപ്പം പിന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര്? വരുൺ ആസ്ക്ഡ് രമേശ് തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് രാജിനെ പറ്റി. അയാളിങ്ങനെ മോശമായ രീതിയിൽ പരാമർശം നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ സത്യമായിരുന്നില്ല. രമേശ് ബിക്കേം വെരി ആംഗ്രി. ഹി വെൻറ്റ് ഡയറക്ട്ലി ടു രാജ് ആൻഡ് ഗോട്ട് ഇൻ ടു എ ഫൈറ്റ് വിത്ത് ഹിം. ബട്ട് ദ ട്രൂത്ത് വാസ് ദാറ്റ് രാജ് നെവർ സെഡ് എനിത്തിങ് ടു ദെയർ ബോസ്. യഥാർത്ഥത്തിൽ രാജൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് വരേണ്ട ഒരു ഭാവന മാത്രമായിരുന്നു അല്ലേ, വെറുതെ ഉണ്ടാക്കിയത്. അതാണ് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. തെറ്റായൊരു കമ്മ്യൂണിക്കേഷനാണ് അതല്ലേ. ഇൻ ദിസ് കേസ് ദർ വാസ് എ മിസ്കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ 3 കൊളീഗ്സ്. ചൂസ് പാർട്ട്ണർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് പറയുന്നതാണ്. 2-3 ചോദ്യങ്ങളുണ്ട്. ഐഡൻറ്റിഫൈ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആപ്ലിക്കബിൾ ഇൻ ദിസ് സിറ്റുവേഷൻ. ഹൗ ഡു യു തിങ്ക് രമേശ് ഷുഡ് ഹാവ് ബിഹേവ്ഡ് ഡ്യൂറിങ് ദിസ് സിറ്റുവേഷൻ. രമേശ് ഇത് കേട്ട ഉടനെ തന്നെ മറ്റവനോട് വഴക്കിന് പോകുന്നതിന് പകരം നേരെ കാര്യങ്ങൾ ചോദിച്ച് സോർട്ട് ഔട്ട് ചെയ്യാമായിരുന്നു അല്ലേ. വാട്ട് ആർ സം വേസ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇതേപോലെ തന്നെ ഏതാനും ചില കേസ് സ്റ്റഡികൾ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ വൈ ഈസ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. തൊഴിലിടങ്ങളിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാകുന്നത്? തൊഴിലിടങ്ങൾ വെച്ചാൽ പഠന കേന്ദ്രങ്ങളും ആകാം കേട്ടോ. 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഡസ് വൺ എൻഗേജ് ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഫലപ്രദമായ ആശയവിനിമയത്തിൽ എങ്ങനെ നമുക്ക് ഏർപ്പെടാം? വൈ ഡസ് മിസ്കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഇൻ അവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലീവ്സ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എങ്ങനെയാണ് തെറ്റായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്വാധീനം ചെലുത്തുന്നത്? വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ടു ബി ആൻ എക്സലൻറ്റ് കമ്മ്യൂണിക്കേറ്റർ. നല്ലൊരു ആശയവിനിമയം നടത്തുവാൻ എന്തെല്ലാം കഴിവുകൾ, സ്കിൽസാണ് ആവശ്യമുള്ളത്? ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തത് മാനേജിങ് ഇമോഷൻസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അടുത്ത ചാപ്റ്ററാണ്, ചാപ്റ്റർ നമ്പർ 3 കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ചാപ്റ്റർ 3. ഇത് പേജ് നമ്പർ 92 ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, വർക്ക് ബുക്കിനകത്ത്. പിന്നെ 94 കേട്ടോ. മാനേജിങ് ഇമോഷൻസ്. എന്താ ഇമോഷൻസ് എന്ന് പറയുന്നത്? ഇമോഷൻ വികാരങ്ങൾ എന്ന് പറയും അല്ലേ. വികാരങ്ങൾ എന്തൊക്കെയാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്? നല്ല വികാരങ്ങളുണ്ട്, മോശപ്പെട്ട വികാരങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ സ്നേഹം അല്ലെങ്കിൽ സന്തോഷം, ആനന്ദം, ഇതെല്ലാം നല്ല വികാരങ്ങളാണല്ലേ. അതേസമയം ദേഷ്യം, പക, ക്രൂരത, ഇതെല്ലാം മോശപ്പെട്ട വികാരങ്ങളാണല്ലേ. അപ്പം ഇത് നമുക്ക് എല്ലാ മനുഷ്യർക്കൊക്കെ പല വികാരങ്ങളുണ്ടാവുമെന്നാണ് പറയുന്നത് അല്ലേ. ക്രോധം, മോഹം തുടങ്ങിയ വികാരങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ഈ വികാരങ്ങൾ നമ്മൾ ഫലപ്രദമായി നിയന്ത്രിച്ചു കൊണ്ടുവരണം. അതാണ് മാനേജിങ് ഇമോഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അതിനാണ് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിക്കാനുണ്ട്. ഇമോഷൻസ് ആർ ഹൗ സ്ട്രോങ്ലി വി ഫീൽ ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അതിനാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. വിത്ത് പർട്ടിക്കുലർ പീപ്പിൾ. വെൻ വി സേ ഐ ഫീൽ ഹാപ്പി, ഐ ഫീൽ സാഡ്, ഐ ഫീൽ ആംഗ്രി, വി മീൻ വി ആർ എക്സ്പീരിയൻസിങ്. എമോഷൻസ് ആർ ഹൈറ്റൻഡ് ഫീലിങ്സ്. അതാണ് വികാരങ്ങളാണ്, അത് കുറച്ചും കൂടി
കടുപ്പിച്ച് വരുമ്പോഴാണ്, കുറച്ചും കൂടി ഗൗരവത്തിൽ വരുമ്പോഴാണ് എമോഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇമോഷൻസ് ആർ സംടൈംസ് പോസിറ്റീവ് ആൻഡ് ക്യാൻ ബി നെഗറ്റീവ് ആൻഡ് ഓൺ സം ഒക്കേഷൻസ്. എമോഷൻസ് ചില സമയത്ത് പോസിറ്റീവ് ആവും, ചില സമയത്ത് അത് നെഗറ്റീവ് ആവും. നോ മാറ്റർ വാട്ട് അവർ എമോഷൻസ് ആർ, എന്തായാലും ശരി, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആക്സെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് അവർ ഇമോഷൻസ്. അപ്പോൾ നമ്മുടെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അംഗീകരിക്കണം, എന്നിട്ട് മാനേജ് ചെയ്യണം. ആക്സെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു പദം പഠിക്കുകയാണ്, EI. അപ്പം ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇതേപോലെ തന്നെ വളരെ ഒരു വലിയൊരു പദം നമ്മൾ വേറെ പഠിക്കുന്നില്ലല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേട്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ലിറ്ററസിയിൽ നമ്മൾ പഠിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയും. അതവിടെ നിൽക്കട്ടെ. എമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എ പേഴ്സൺസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഇമോഷൻസ് പ്രോപ്പർലി. അതാണ്, അതായത് വികാരങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും നേരിടുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? എമോഷണൽ ഇൻ്റലിജൻസ്, EI എന്ന് പറയും. ആൻ എമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ വിൽ ബി ഏബിൾ ടു മാനേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ എമോഷൻസ് ആൻഡ് ഓൾസോ എമോഷൻസ് ഓഫ് അതേഴ്സ്. മനസ്സിലായോ? ഒരു ഇമോഷണലി ഇൻ്റലിജൻറ്റിലെ വ്യക്തി എന്ന് പറയുമ്പോൾ തൻ്റെ തന്നെ വികാരങ്ങളും മറ്റുള്ള വികാരങ്ങളും മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും. വെൻ എംപ്ലോയേഴ്സ് ഹയർ പീപ്പിൾ ഫോർ എ ജോബ്, ഇപ്പോൾ ആളുകൾ ജോലിക്കെടുക്കുമ്പോൾ ദേ ലുക്ക് അറ്റ് നോട്ട് ഓൺലി ദിയർ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ യോഗ്യതകൾ മാത്രമല്ല നോക്കുന്നത്, ആൻഡ് സ്കിൽസ് മാത്രമല്ല, നൈപുണ്യം മാത്രമല്ല, ബട്ട് ഓൾസോ ദിയർ എമോഷണൽ ഇൻ്റലിജൻസ്. മനസ്സിലായോ? നമ്മളുടെ എമോഷണൽ ഇൻ്റലിജൻസും കൂടിയാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ വൈകാരികമായ പക്വത എന്ന് പറയും കേട്ടോ, വൈകാരിക പക്വത. ദിസ് ഈസ് ബിക്കോസ് എ പേഴ്സൺ വിത്ത് എ ഹൈ EI ഹാസ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് ക്വാളിറ്റീസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ എ വർക്ക് പ്ലേസ്. മനസ്സിലായോ? അപ്പോൾ ഈ EI ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള, വൈകാരിക പക്വത കൂടുതലുള്ള ആളുകൾക്ക് വളരെ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും. അത് വളരെ ഒരു ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. എവിടെ? ഒരു തൊഴിലിടങ്ങളിൽ, അല്ലെ, വർക്ക് പ്ലേസിൽ. സം ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ വിത്ത് ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒരു എമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തിക്ക് ഉള്ള ക്വാളിറ്റീസ്: വർക്ക് വെൽ ഇൻ ടീംസ്, ഒരു ടീമിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. ആർ ഏബിൾ ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, പ്രയാസകരമായ സിറ്റുവേഷൻസ് അവർക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയും. ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അപ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടൊരു മനോഭാവം, ആറ്റിറ്റ്യൂഡ് മനോഭാവം. ഷോ എംപതി ടുവാർഡ്സ് ദെയർ കൊളീഗ്സ്, സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്, അപ്പോൾ വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാവും. എംപതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹതാപം എന്ന് പറയാം, സഹവർത്തിത്വം. ടുവാർഡ്സ് കൊളീഗ്സ്, സഹപ്രവർത്തകർ, സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്. ആർ ഏബിൾ ടു റിസോൾവ് ഫൈറ്റ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഇൻ എ ഫെയർ വേ. അപ്പോൾ ഫൈറ്റ്സ് എന്ന് വെച്ചാൽ പിന്നെ ഫൈറ്റ് എന്ന് വെച്ചാൽ സംഘർഷങ്ങളും കോൺഫ്ലിക്റ്റും സംഘർഷങ്ങൾ തന്നെയാണ്. അത് വളരെ ഭംഗിയായി ഫെയർ വേ മാനേജ് ചെയ്യാൻ കഴിയും, റിസോൾവ് പരിഹരിക്കാൻ കഴിയും. ക്യാൻ ഡീൽ വിത്ത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്, സമ്മർദ്ദമുള്ള സ്ഥലത്ത് ഫലപ്രദമായി മാനേജ് ചെയ്യാൻ കഴിയും. ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയും. ആൻഡ് ദേ ആർ ഗുഡ് ലിസണേഴ്സ് ഓൾസോ, അവർ നമ്മൾ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും കഴിവുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ബെനിഫിറ്റ്സ് ഓഫ് മാനേജിങ് എമോഷൻസ് എന്തൊക്കെയാണ്? ബെറ്റർ പെർഫോമൻസ് അറ്റ് വർക്ക്, ജോലി സ്ഥലത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. ബെറ്റർ ഫിസിക്കൽ ഹെൽത്ത്, നല്ല ശാരീരിക ആരോഗ്യം. ബെറ്റർ മെൻ്റൽ ഹെൽത്ത്, നല്ല മാനസിക ആരോഗ്യം. ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും കഴിയും കേട്ടോ. അപ്പം ഓൾ ഓഫ് us ഫീൽ ഡിഫറെൻറ്റ് ഇമോഷൻസ് ഇൻ ലൈഫ്. അപ്പോൾ പലതരം വികാരങ്ങളുണ്ടാവും മനുഷ്യർക്ക്, അല്ലേ? വെൻ സംതിങ് ഗുഡ് ഹാപ്പൻസ് ടു us, നമുക്ക് നല്ല കാര്യങ്ങളുണ്ടാകുമ്പോൾ വി ഫീൽ പോസിറ്റീവ് ഇമോഷൻസ്, അല്ലേ? ലൈക്ക് ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ഇപ്പം ഒരു കിലുക്കം എന്ന സിനിമ, ആ സിനിമയിൽ ഇന്നസെൻ്റ് ഒരു കിട്ടുണ്ണി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഒരു വേലക്കാരനായിട്ട് ഒരു ലോട്ടറി അടിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം പിന്നെ വലിയൊരു തുക ലോട്ടറി അടിച്ചെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു ആനന്ദഭാവമല്ലേ, ഒരു സന്തോഷഭാവം, എക്സൈറ്റ്മെൻറ്റ്, എത്ര ഫലപ്രദമായിട്ടാണ് ആ നടൻ കൈകാര്യം ചെയ്തത്, അല്ലേ? അപ്പോൾ ഇതാണ് ഫീലിങ്സ് എന്ന് പറയുന്നത്, ലൈക്ക് ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ബട്ട് വെൻ സംതിങ് ബാഡ് ഹാപ്പൻസ് ടു us വി ഫീൽ നെഗറ്റീവ് ഇമോഷൻസ്, അല്ലേ? ലൈക്ക് ആങ്ങർ, സ്ട്രെസ്സ്, സാഡ്നെസ്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്നൊരു ടെലിഫോൺ വരികയാണ്, ഒരു വളരെ അടുത്ത സുഹൃത്തിന് എന്തെങ്കിലും ഒരു അപകടമുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്ക് ഏതെങ്കിലും ഒരു ബന്ധുവിന് എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വലിയൊരു സ്ട്രെസ് വരും, അല്ലേ? അപ്പോഴൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഉണ്ടാകണം. ഓൾ ഓഫ് ദീസ് എമോഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. ദേ ഹെൽപ്പ് us ഗ്രോ, ലേൺ ആൻഡ് ബിക്കം എ ബെറ്റർ ഇൻഡിവിജ്വൽ. അതാണ്
ഈ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ, അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരാനും പഠിക്കാനും നമ്മൾ നല്ല വ്യക്തിത്വം ഉണ്ടാക്കുവാനും കഴിയുന്നു, അല്ലേ? ആക്സെപ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് മാനേജിങ് ഇമോഷൻസ്. അപ്പം വികാരങ്ങൾ, ഇമോഷൻസ്, ഫീലിങ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു എക്സ്പ്രസ് ഇമോഷൻസ് ഇൻ എ ഹെൽത്തി ആൻഡ് പോസിറ്റീവ് മാനർ. മനസ്സിലായോ? അപ്പോൾ വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ വളരെ നിയന്ത്രണം പാലിക്കണം. അതാണ് ഹെൽത്തി ആൻഡ് പോസിറ്റീവ്. ഇഫ് യു ഡു നോട്ട് എക്സ്പ്രസ് യുവർ ഇമോഷൻസ് യു മേ എൻഡ് അപ്പ് ഹർട്ടിങ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് അറൗണ്ട് യു. അപ്പോൾ നമ്മൾ വികാരങ്ങൾ തീരെ പ്രകടിപ്പിക്കാതിരുന്നു കഴിഞ്ഞാലോ എന്തായി പോവും? നമുക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കും, മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാക്കും, അല്ലേ? ബൈ എക്സ്പ്രസിങ് യുവർ സെൽഫ് യു ക്യാൻ ഓൾസോ ഫൈൻഡ് സൊല്യൂഷൻസ് ടു ഡീൽ വിത്ത് നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് സ്ട്രെസ് ആൻഡ് ആങ്കർ. അതാണ്. അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. ഇപ്പോൾ മൈ ഇമോഷണൽ ജേണൽ, ഇതെല്ലാം റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ്. യു ഹാവ് ടു ഗിവ് എ ഫെയർവെൽ സ്പീച്ച് ഫോർ യുവർ ഫ്രണ്ട് ഇൻ ദ വർക്ക് പ്ലേസ്, ഇൻ ദ ഫ്രണ്ട് ഓഫ് എവരി വൺ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളൊരു ജോലി സ്ഥലത്ത് വെച്ച് ഒരാൾ പിരിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ട്രാൻസ്ഫറായി പോവുകയാണ്. അപ്പോൾ നമുക്കൊരു യാത്ര ആയപ്പാണ്. അവിടെ നമ്മളൊരു ഫെയർവെൽ നെഞ്ചിൻ്റെ യാത്ര ആയപ്പാണ്. അവിടെ നമ്മളൊരു പ്രസംഗം നടത്തണം. അതെങ്ങനെയാണ് നമ്മൾ നടത്തുക? അല്ലെങ്കിൽ യുവർ സൂപ്പർവൈസർ ഹാസ് ടോൾഡ് യു ദാറ്റ് യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ് ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പം നമ്മൾ നല്ല ജോലി ചെയ്യുന്നു പറഞ്ഞ് ഈ സൂപ്പർവൈസർ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ യു ഹാവ് ടു കം ടു ദ വർക്ക് പ്ലേസ് ഓൺ എ ഹോളിഡേ. ഒരു ദിവസം നമ്മളോട് ജോലി സ്ഥലത്ത് വരാൻ കഴിയും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും? നമ്മൾ ഒരു ദിവസം വേറെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലേ? വി ഹാവ് ഫിനിഷ്ഡ് ഓൾ യുവർ വർക്ക് അറ്റ് ദ വർക്ക് പ്ലേസ് ആൻഡ് ക്യാൻ ഗോ ഹോം early. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് പോകാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമുക്കുണ്ടാകും, കേട്ടോ. പിന്നെ ഹാൻഡ്ലിങ് നെഗറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് ഇമോഷൻസ് ഫലപ്രദമായി മാനേജ് ചെയ്യുന്ന പോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ചില റിയൽ ലൈഫ് സ്റ്റോറീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു മാനേജ് അവർ ഇമോഷൻസ്. അപ്പം നമ്മൾ വികാരങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ഈസ് ഇറ്റ് ഓക്കെ ടു ഫീൽ ഓൾ ഇമോഷൻസ്? വികാരങ്ങളെല്ലാം ഫീൽ ചെയ്യുന്നത് ഓക്കെ ആണോ? വാട്ട് ആർ ദ സം വേസ് ഓഫ് ഡീലിംഗ് വിത്ത് നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് സ്ട്രെസ് ആൻഡ് ആങ്കർ? അപ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്, സന്തോഷം, ആനന്ദം, ആവേശം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അതേസമയം നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടല്ലേ, സ്ട്രെസ്സ്, ആങ്കർ, ഭയം, അല്ലെങ്കിൽ ദുഃഖം, കോപം, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇമോഷൻസ് മാനേജ് ചെയ്യുന്നതാണ്, എക്സ്പ്രസ്സിങ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്റർ ഫോർമൽ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ.